Good morning, my dear students. So here I am with a new chapter in chemistry and it is the p block elements. Next is boron hydrides. നേരത്തെ നമ്മൾ പറഞ്ഞു boron hydrides നെ പറ്റി. boron plus hydrogen ആകുമ്പോഴാണ് boron hydrides ഫോം ചെയ്യുന്നത്. And അതിന്റെ molecular formula നമ്മൾ കോമൺ ആയിട്ട് BnH2n+4 ഈ രൂപത്തിലാണ് boron hydrides നമ്മൾ എഴുതുന്നത്. So this is the general formula for boron hydrides and the common hydride എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് B2H6. നേരത്തെ ഞാനൊരു ബനാന ബോണ്ടിന്റെ കാര്യം പറയുന്നത് ഓർക്കുന്നുണ്ടോ? അവിടെ ഞാൻ പറഞ്ഞായിരുന്നു B2H6, ദാറ്റ് ഈസ് ഡൈബൊറേൻ. ആൻഡ് ദ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് റിയാക്ടിങ് സോഡിയം ബോറോൺ ഹൈഡ്രൈഡ് NaBH4 സോഡിയം ബോറോൺ ഹൈഡ്രൈഡിന്റെ കൂടെ നമ്മൾ അയഡിൻ ആഡ് ചെയ്യുമ്പോഴാണ് സോഡിയം ബോറോൺ ഹൈഡ്രൈഡിന്റെ കൂടെ അയഡിൻ ആഡ് ചെയ്യുന്നു. അയഡിൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് B2H6 പ്ലസ് NaI പ്ലസ് H2. നമ്മൾ സോഡിയം ബോറോൺ ഹൈഡ്രൈഡിന്റെ കൂടെ അയഡിൻ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡൈബൊറേൻ കിട്ടുന്നത്. സീ ദ ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ ഓഫ് ഡൈബൊറേൻ. ഇതാണ് ഡൈബൊറേന്റെ സ്ട്രക്ചർ. 2 boron plus 6 hydrogen and this bonding is called as a banana bond. Okay, ഒരു ബൊറേനില് ഒരു ഡൈബൊറേനില് 2 banana bonds ആണുള്ളത്. ഈ ഒരു ഷേപ്പിന്റെ ഒരു ബനാന പോലെ ഒരു ബെൻഡ് സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ഈ ഒരു ബോണ്ടിന് ബനാന ബോണ്ട് എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നത്. സോ ഡൈബൊറേൻ ഹാവ് ബനാന ബോണ്ട്സ്. സോ yes, the properties of diborane, it is colorless and toxic acid. ഈ ഡൈബൊറേൻ എന്ന് പറയുന്ന സാധനം കളർലെസ് ആണ്, അതുപോലെ വളരെ ടോക്സിക് ആയിട്ടുള്ള വിഷം ഉള്ള ഒരു ഗ്യാസ് ആണ്. ആൻഡ് ഇറ്റ് ക്യാച്ച് ഫയർ സ്പോണ്ടേനിയസ്ലി, പെട്ടെന്ന് തന്നെ തീ പിടിക്കുന്ന ഒരു ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് ഓൺലി സ്റ്റേബിൾ അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ മാത്രമാണ് ഇദ്ദേഹം സ്റ്റേബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഈസിലി ഹൈഡ്രലൈസ്ഡ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡൈബൊറേൻ്റെത്. ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ഡൈബൊറേൻ, നേരത്തെ ഞാൻ പറഞ്ഞ ബോറോണും 2 ബോറോണും ആൻഡ് ദെൻ ഹൈഡ്രജൻ, അതുപോലെ ഇവിടെ ഒരു ബനാന ബോണ്ടും വന്ന സ്ട്രക്ചർ ആണ് ഡൈബൊറേൻ്റെത്. സോ ഇൻ ദിസ് സ്ട്രക്ചർ ദർ ആർ 2 types ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. ഇവിടെ 2 ടൈപ്പ് ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഉള്ളത്. ദ ടൈപ്സ് 4 terminal hydrogen, 4 ടെർമിനൽ. ദിസ് ഈസ് ജസ്റ്റ് എ പിക്ചർ ഓഫ് ബനാന ബോണ്ട്. നേരത്തെ നമ്മൾ കണ്ട ഈ പിക്ചറിലുള്ള 4 ടെർമിനൽ ഹൈഡ്രജൻ 1, 2, 3 and 4 4 ടെർമിനൽ ഹൈഡ്രജൻ, 4 ടെർമിനൽ ഹൈഡ്രജനും ഇവിടെ ഉള്ള 2 ഹൈഡ്രജൻ and they undergo banana bond. And 2 hydrogen atoms are called bridged atoms. ഈ 2 ആറ്റംസിനെയും, അതായത് ഇവിടെ കാണിക്കുന്ന ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിനെയും നമ്മൾ പറയുന്ന പേരാണ് ബ്രിഡ്ജ്ഡ് ഹൈഡ്രജൻ ആറ്റംസ്. അതായത് 4 ടെർമിനൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങും 2 ബ്രിഡ്ജ്ഡ് ബോണ്ടിങ്ങും ആണ് ഇവിടെ ഉള്ളത്. both the boron will have into total 2 empty d orbitals. ഓരോ ബോറോണിനും 2 empty d orbitals ആണ് ഉള്ളത്. Each 2p orbitals overlap with 1s orbital of hydrogen atom. ഹൈഡ്രജൻ ആകെ ഉള്ളത് 1s ഓർബിറ്റൽ ആണ്. ഇവിടെ ഉള്ള 2p orbitals, ബോറോണിന്റെ 2p ഓർബിറ്റൽസും ഹൈഡ്രജന്റെ ആ 1sഉം കൂടെ ഓവർലാപ്പ് ചെയ്യുന്നു. അതായത് ഇത് എസിന്റെ സ്ട്രക്ചർ ആണ്, അതുപോലെ ഇത് പി ഓർബിറ്റലിന്റെ ഡംബൽ ഷേപ്പ് ആണെങ്കിൽ ഇതുപോലെ ഒരു ഓവർലാപ്പ്. ഇത് എസ് സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. എസിന്റെ സ്ഫെറിക്കൽ ഷേപ്പ്, അതായത് എസ് ഓർബിറ്റലിന്റെ സ്ഫെറിക്കൽ ഷേപ്പും അതുപോലെ പി ഓർബിറ്റലിന്റെ ഡംബൽ ഷേപ്പും കൂടി ഇതുപോലെ ഓവർലാപ്പ് ചെയ്യുന്നു. ആൻഡ് the 2 hybrid orbitals left on each boron atom contain an unpaired electron and other is empty.
ഒരെണ്ണം അൺപെയർഡ് ആയിരിക്കും, മറ്റൊന്ന് empty ഒഴിഞ്ഞതായിരിക്കും. The orbital containing one electron of one boron atom and the other empty orbital of second boron atom form a bond with the hydrogen atom simultaneously to give BHB bonds. നോക്കിക്കേ, BHB bonds ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. And each boron from two covalent bonds. Out of 3 unpaired electrons, left electron of both the boron is 2 and 2 hydrogen atom is also 2. Therefore it forms 3 bond instead of 2 bond. ഇവിടെ 2 ബോണ്ടാണ് ഉണ്ടാകുന്നത്. 3-ന് പകരം 3 എണ്ണമാണ് ശരിക്കും വേണ്ടത്. ആ 3-ന് പകരം ഓവർലാപ്പിംഗ് ചെയ്ത് 2 ബോണ്ടിങ്ങേ ഇവിടെ വരുന്നുള്ളൂ. ആൻഡ് ദാറ്റ്സ് വൈ ദിസ് allotropes of carbon വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് allotropes of carbon എന്ന് പറയുന്നത്. ആൻഡ് we know what are allotropes. ഡിഫറെന്റ് ഫോംസ് ഓഫ് എലമെന്റ്സ് ആണ്. അതായത് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും, പക്ഷേ കെമിക്കൽ പ്രോപ്പർട്ടീസ് എക്സാക്ട്ലി ഡിഫറെന്റ് ആയിരിക്കും. സോ ദേ ആർ കോൾഡ് ആസ് allotropes. എന്താണ്? ഡിഫറെന്റ് ഫോംസ് ഓഫ് എലമെന്റ്സ് ഹാവിങ് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടി ബട്ട് ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടി. അവരുടെ allotropes എന്ന് പറയുന്ന കെമിക്കൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം തന്നെ ആയിരിക്കും, കണ്ടന്റ് സെയിം ആയിരിക്കും, പക്ഷേ ദേ ഡിഫർ ഇൻ ദെയർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. സോ ദേ ആർ കോൾഡ് allotropes. ഇവിടെ കാർബണിന് allotropes ഉണ്ട്, അതുപോലെ ഫോസ്ഫറസിന് allotropes ഉണ്ട്. അങ്ങനെ പല പല allotropes ആണല്ലോ. ഫോസ്ഫറസിന്റെ allotropesനെ നമ്മൾ റെഡ് ഫോസ്ഫറസ്, വൈറ്റ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറയുന്നു. കാർബണിന്റെ allotropes നമുക്ക് വളരെ പരിചിതമായ ചില കോമ്പൗണ്ട്സ്, ദാറ്റ് ഈസ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻസ്, ഗ്രാഫീൻസ്, അതുപോലെയുള്ള കോമ്പൗണ്ട്സ് ആണ് കാർബണിന്റെ allotropes. നമ്മൾ നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന ഡയമണ്ട് ഓർണമെന്റ്സ് എന്താണ്? എക്സാക്ട്ലി ദാറ്റ് ഈസ് കാർബൺ. ദ ഡയമണ്ട് കണ്ടെയ്ൻസ് ഓൺലി കാർബൺ, ബട്ട് ഇറ്റ് ഹാവ് എ ഫോം ഓഫ് ഷൈനിങ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഡിഫർ ഇൻ their structure. So that is allotropes. So first we will see what is allotropes of carbon. There are 2 types of allotropes of carbon. One is the crystalline form and the other is amorphous form. അപ്പോൾ കാർബണിന് 2 ഫോംസ് ഓഫ് allotropes ആണുള്ളത്. ഒന്ന് ക്രിസ്റ്റലൈൻ ഫോമും മറ്റൊന്ന് amorphous ഫോമും. ക്രിസ്റ്റലൈൻ ഫോം എന്ന് പറയുമ്പോൾ അവരുടെ കുറച്ചും കൂടെ ഡെഫിനിറ്റ് ആയിട്ടൊരു ജോമെട്രി ഉള്ളതാണ് ക്രിസ്റ്റലൈൻ ഫോം. amorphous ഫോം എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര ഡെഫിനിറ്റ് ഉണ്ട്, ജോമെട്രി ഉണ്ട്, പക്ഷെ അത്ര ഡെഫിനിറ്റ് ആയിട്ടായിരിക്കില്ല അവരുടെ ജോമെട്രി എന്ന് പറയുന്നത്. സി ദ ക്രിസ്റ്റലൈൻ ഫോം ഓഫ് കാർബൺ ആർ ഡയമണ്ട്, ഗ്രാഫൈറ്റ് ആൻഡ് ഫുള്ളറീൻ. amorphous form of carbon is coke, charcoal and lamp-black. എല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ള കോമ്പൗണ്ട്സ് തന്നെയാണ്. ഡയമണ്ട് നമുക്കറിയാം, ഗ്രാഫൈറ്റ് നമുക്കറിയാം, നമ്മൾ എഴുതുന്ന പെൻസിലിന്റെ മോന എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ അതിന്റെ ആ ബ്ലാക്ക് ഭാഗം എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് കണ്ടന്റ് ഉള്ളതാണ്. ആൻഡ് ഫുള്ളറീൻസ്, ഇറ്റ് ഈസ് ബോൾ ഷേപ്ഡ്, some ball shaped chemical, that is fullerene. amorphous form, coke എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ മെറ്റലർജി പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ കെമിക്കൽ ആണ് കോക്ക് എന്ന് പറയുന്നത്. ചാർക്കോൾ നമുക്കറിയാം, കൽക്കരി. ഓർ ലാംപ് ബ്ലാക്ക് നമുക്കറിയാം, വിളക്കൊക്കെ കത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ബ്ലാക്ക് കളർ പൊടി ആണ് ലാംപ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ ദ amorphous forms of carbon. They are crystalline form and amorphous form. In this chapter we are dealing with the crystalline forms of carbon. So the first one is diamond. Diamond ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് one is its hybridization, സ്പെഷ്യാലിറ്റി ഓഫ് ഇറ്റ്സ് സ്ട്രക്ചർ. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ടും, ആൻഡ് ഇറ്റ്സ് യൂസസ്, ഇത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സി ഡയമണ്ടിന്റെ സ്ട്രക്ചർ നമുക്ക് കാണാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഡയമണ്ട് എന്ന് പറയുന്ന സാധനത്തിനുള്ളത്. നോക്കിക്കേ, ഓരോ ബോളും ഓരോ കാർബണെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഓരോ ബോൾസും ഓരോ കാർബണിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദേ ഹാവ് എ ഹെക്സഗണൽ ലൈക്ക് സ്ട്രക്ചർ. അതായത് ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, അതുപോലെ ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ കാർബൺ, ഇങ്ങനെ ഇതുപോലൊരു സ്ട്രക്ചർ ആണ് ഇവിടെ നമുക്ക് ഡയമണ്ടിന് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദീസ് ആർ അഗെയിൻ കണക്റ്റഡ് വിത്ത് അതർ കാർബൺസ്. ഇതുപോലെയാണ് ഒരു സ്ട്രക്ചർ, ഡയമണ്ടിന്റെ സ്ട്രക്ചർ വരുന്നത്. ആൻഡ് ദ കാർബൺ ഇൻ ഡയമണ്ട് possess sp3 hybridization. That means each carbon attached to 4 carbon atom giving rise to compact
3-dimensional structure. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയമണ്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3-dimensional structure ആണ്. ആൻഡ് ഇറ്റ് പോസസ് sp3 കാർബൺ. ഓരോ കാർബണും മറ്റ് 4 കാർബണുമായിട്ടാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. ഇപ്പൊ ഈ ഒരു കാർബൺ ആണ് നോക്കുന്നെങ്കിൽ 1, 2, 3 and 4 ഇതുപോലെ 4 കാർബണുമായിട്ടാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ 3-dimensional structure ഓഫ് ഡയമണ്ട്. ആൻഡ് നെക്സ്റ്റ് കോമ്പൗണ്ട് ഈസ് ദ ഗ്രാഫൈറ്റ്. ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് allotrope of carbon and it possesses sp2 hybridization and graphite possess sp2 hybridization. ഇവിടെയും കോവലന്റ്, എല്ലാ കാർബൺ കോമ്പൗണ്ട്സിലും കോവലന്റ് ബോണ്ടിങ് തന്നെയാണ്. ഇവിടെ കോവലന്റ് ബോണ്ട് എന്ന് പറയുന്നത് 2 കാർബൺ മറ്റ് കാർബൺസുമായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ. അതായത് ഒരു ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഈ മേലെ ഉള്ളത് ഒരു ഷീറ്റ്, താഴെയുള്ളത് അടുത്ത ഷീറ്റ്. കാരണം ഇതൊരു സ്ലിപ്പറി നേച്ചറാണ്. ഇങ്ങനെ ഷീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ തെന്നി പോകുന്ന രീതിയിലൊരു സാധനമാണ് ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഹെക്സഗണൽ റിങ്സ് ആണ്, നേരത്തെ ഞാൻ വരച്ച് കാണിച്ചതുപോലെ. സി ഹെക്സഗണൽ റിങ്സ് ആണ് ഗ്രാഫൈറ്റിനുള്ളത്. അതുപോലെ 2 ലെയേഴ്സ്, ഇവിടുത്തെ 2 ലെയർ. ഡയമണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാം കൂടെ ഒരു സ്ട്രക്ചർ, ഒരു 3-dimensional സ്ട്രക്ചർ ആണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ലെയർ ആയിട്ടാണ്. ഈ ലെയറുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ്. ഇവിടെ ഒന്നിനു മേലെ മറ്റൊന്ന് സ്ലൈഡ് ചെയ്യണം അല്ലെങ്കിൽ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദ ഫോഴ്സ് ഷുഡ് ബി വെരി വീക്ക്. സോ ദ വീക്ക് വാണ്ടർവാൾ ഫോഴ്സസ് ആർ ഹെൽഡ് ബിറ്റ്വീൻ 2 layers of graphite. And next is ഡയമണ്ടിന്റെയും ഗ്രാഫൈറ്റിന്റെയും പ്രോപ്പർട്ടീസും യൂസസും ആണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഡയമണ്ട്, ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഡയമണ്ട് എന്ന് പറയുന്നത്. കാരണം അതുകൊണ്ട് തന്നെ അതൊരു കട്ടിങ്, ഗ്ലാസ് കട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ ടൂൾ ഈസ് ഡയമണ്ട്. ഇറ്റ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ബിക്കോസ് ഇറ്റ് ഹാസ് നോ ഫ്രീ ഇലക്ട്രോൺസ്. അതിൽ ഡയമണ്ടിൽ ഒരു ഫ്രീ ഇലക്ട്രോൺസും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് ഈസ് എ ബാഡ് കണ്ടക്ടർ, ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ. So next is graphite. It has soft structure because of van der Waals force in it. നമ്മൾ പറഞ്ഞു സ്ലൈഡ് ചെയ്യണം, അതിൽ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഗ്രാഫൈറ്റിനുള്ളത്. Therefore it is used as a lubricant. ലൂബ്രിക്കന്റ് ആയിട്ട് ഈ തെന്നുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ it is used as a lubricant. It is used to make pencil lead as it mark the paper black. നമ്മളൊരു പേപ്പറിൽ എഴുതുമ്പോൾ ബ്ലാക്ക് കളർ വരാനായിട്ട് പെൻസിൽ യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് ആണ്. Moreover it is a good conductor of electricity. It has free electrons. ഗ്രാഫൈറ്റിൽ ഡയമണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാഫൈറ്റിനുള്ളിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ആൻഡ് അഗെയിൻ ഫുള്ളറീൻസ്. പിന്നെയും കുറച്ച് യൂസസും കാര്യങ്ങളും പറയുന്നുണ്ട്. യൂസസ് ആണ് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കട്ടിംഗ് ടൂൾ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ജ്വല്ലറി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഡയമണ്ട് ജ്വല്ലറി. അതുപോലെ it is used in making diamond jewelry. It is used in manufacturing of tungsten filament. നമുക്കറിയാം ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഇൻകാൻഡസെന്റ് ബൾബിനുള്ളിലെ ഫിലമെന്റ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ടങ്സ്റ്റൺ. അതിന്റെ മാനുഫാക്ചറിങ്ങിനും ഡയമണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് യൂസസ് ഓഫ് ഗ്രാഫൈറ്റ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രോഡ്സ്. അതുപോലെ ലൂബ്രിക്കന്റ് നമ്മൾ പറഞ്ഞു. മറ്റൊരു യൂസ് എന്ന് പറയുന്നത് പെൻസിൽ, അതിലെ യൂസ് ചെയ്യുന്ന ക്ലേ അല്ലെങ്കിൽ വാക്സ്. ഇറ്റ് യൂസ് ഫോർ മേക്കിംഗ് മോഡറേറ്റർ ഓഫ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ മോഡറേറ്റർ. ആൻഡ് ഇവർ രണ്ടുപേരും ക്രിസ്റ്റലൈൻ ഫോംസ് ഓഫ് കാർബൺ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഈസ് ഫുള്ളറീൻസ്. നെക്സ്റ്റ് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് അലോട്രോപ്പ് ഓഫ് കാർബൺ ദാറ്റ് ഈസ് ഫുള്ളറീൻ. ഈ കാണിച്ചിരിക്കുന്നത് ബക്മിനിസ്റ്റർ ഫുള്ളറീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ബക്മിനിസ്റ്റർ ഇറ്റ് ഈസ് എ ബോൾ ഷേപ്ഡ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഇവിടെ ഇത് ബക്മിനിസ്റ്റർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കൊണ്ടുവന്നത്. സോ in 1985 and it is the carbon atoms are in the shape of a football. ഒരു ഫുട്ബോളിന്റെ ഷേപ്പിലാണ് ഇതിൽ കാർബൺ ആറ്റംസ് ഇരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അമോർഫസ് ഫോംസ് ആണ് പഠിക്കുന്നത്. ആൻഡ് ഇവിടെ
ഹപ്ഹാസാർഡ് മാനറിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോക്ക്, ചാർക്കോൾ, ഇതെല്ലാം ആണ് നമ്മൾ പഠിക്കുന്ന അമോർഫസ് കാർബൺസ് എന്ന് പറയുന്നത്. ഇവിടെ കോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം തീവണ്ടി, കൽക്കരിയിൽ ഓടുന്ന തീവണ്ടി അങ്ങനെ ഉണ്ടായിരുന്നു. ആ തീവണ്ടിയിലെല്ലാം യൂസ് ചെയ്ത, ട്രെയിനിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോക്ക് ഫ്യൂൽ ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ചാർക്കോൾ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ് ചാർക്കോൾ. ഇറ്റ് ഈസ് പോറസ്, ദാറ്റ് മീൻസ് ധാരാളം കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉള്ള ഒരു സാധനമാണ് ചാർക്കോൾ. ആൻഡ് ഇറ്റ് ഹാസ് എ പോറസ് സ്ട്രക്ചർ. ഇറ്റ് ഈസ് കോൾഡ് ആസ് എ പോറസ് സ്ട്രക്ചർ. ആൻഡ് ടൈപ്സ് ഓഫ് ചാർക്കോൾ, പല രീതിയിൽ നമുക്ക് ചാർക്കോൾ പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് വുഡ് ചാർക്കോൾ. നമ്മുടെ മരത്തിന്റെ തടി കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാർക്കോൾ കിട്ടും. ആനിമൽ ചാർക്കോൾ, ദാറ്റ് ഈസ് ബോൺസ്, എല്ലുകരി എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. ദാറ്റ് ഈസ് ബോൺ ആനിമൽ ചാർക്കോൾ. ദെൻ ഷുഗർ ചാർക്കോൾ, ഇറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡ്, ഷുഗർ എക്സെട്ര. ദാറ്റ് ഈസ് ഷുഗർ ചാർക്കോൾ. ചാർക്കോളിന്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്, ഇറ്റ് ഈസ് എ ഗുഡ് അബ്സോർബൻറ്റ്. ഇഫ് ഡിപ്ഡ് ഇൻ കളേർഡ് സൊല്യൂഷൻ ഇറ്റ് വിൽ അബ്സോർബ് ഓൾ കളേഴ്സ് ലീവിംഗ് ബിഹൈൻഡ് കളർലെസ് സൊല്യൂഷൻ. കളേർഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ നമ്മൾ ചാർക്കോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ കളറിനെയും ആ ചാർക്കോൾ അബ്സോർബ് ചെയ്തെടുക്കും. Because it is a surface property. Now uses of carbon. It is used in the form of a fuel. ഒരു സമയത്ത് ഫ്യൂവൽ ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു സബ്സ്റ്റൻസ് ആണ് കാർബൺ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് coal gas, water gas, etc. It is also used as a good reducing agent in metallurgy, as we all discussed. It is activated charcoal and used as a catalyst. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻസൈം കറ്റാലിസിസ് അല്ലെങ്കിൽ കറ്റാലിസിസ് ഓർ അഡ്സോർപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ, അതായത് ടെമ്പറേച്ചർ കൊടുത്ത ചാർക്കോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, യൂസസ് ഓഫ് സിലിക്കൺ. It is used to form N-type or P-type semiconductors. Semiconductors, there are two types, that is N-type and P-type. അത്തരത്തിലുള്ള സാധനങ്ങളുടെ മേക്കിങ്ങിനാണ് നമ്മൾ സിലിക്കോൺ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് ഗ്ലാസ് ആൻഡ് സിമെന്റ്. സിലിക്കൺ എന്ന് പറയുന്നത് ഗ്ലാസിന്റെയും അതുപോലെ സിമെന്റിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അതുപോലെ പ്യുർ സിലിക്കൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കമ്പ്യൂട്ടർ ചിപ്സ്. നമുക്കറിയാം ഇന്റൽ ഇൻസൈഡ് എന്നൊക്കെ പറയുന്ന ഓരോ കമ്പനി, അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് സിലിക്കൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് യൂസസ് ഓഫ് ജെർമേനിയം. ആസ് വി നോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ ട്രാൻസിസ്റ്റേഴ്സ്. Germanium is used in making of transistors. Next is making for lenses and prisms. Germanium എന്ന് പറയുന്ന എലമെന്റ് ആണ്. പ്രിസം, ലെൻസ്, ഗ്ലാസ്സിലുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് സയന്റിഫിക് അപ്പാരറ്റസ്. ജെർമേനിയം എന്ന് പറയുന്ന എലമെന്റ് ഒരു സയന്റിഫിക് അപ്പാരറ്റസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. So next is uses of lead. It is used for making lead sheet and pipe. lead കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഷീറ്റുകൾ, പൈപ്പുകൾ, ഇതെല്ലാം മേക്ക് ചെയ്യാനായിട്ട് ലെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെലിഫോൺ വയേഴ്സ് ആൻഡ് യൂസിങ് സ്റ്റോറേജ് ബാറ്ററി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. അതുപോലെ ബുള്ളറ്റ്സ്, അതിൻ്റെയും മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഒന്നാണ് ലെഡ്. ആൻഡ് യൂസസ് ഓഫ് ടിൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ്. നമുക്കറിയാം എന്തെങ്കിലും ഒരു മെറ്റൽ കവറിങ് അല്ലെങ്കിൽ ഒരു സർഫസിന് മെറ്റൽ കോട്ടിംഗ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ടിൻ. ഓൾസോ യൂസ്ഡ് ഇൻ അലോയിസ്. അലോയി അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ടൈപ്പ് മെറ്റൽ. ലെഡ്, ടിൻ ആൻഡ് ആന്റിമണി. ഇത്രയും ആണ് യൂസസ് പറയുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു സം അതർ നോൺ മെറ്റാലിക് കെമിക്കൽസ്. സോ ഫസ്റ്റ് വൺ ഈസ് കാർബൺ മോണോക്സൈഡ്. CO എന്നുള്ള കാർബൺ മോണോക്സൈഡിനെ പറ്റിയാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. സി, ഇൻകംപ്ലീറ്റ് കമ്പഷൻ. വാട്ട് ഈസ് കമ്പഷൻ? ബേണിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ദാറ്റ് ഈസ് കമ്പഷൻ. ഇവിടെ ഒരു പാർഷ്യൽ കമ്പഷൻ ആണ് ഓഫ് കാർബൺ. അതിനെയാണ് നമ്മൾ പാർഷ്യൽ കമ്പഷൻ ഓഫ് കാർബണിനെയാണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് കാർബൺ മോണോക്സൈഡ്. C+½ gives CO. And heating methanoic acid in presence of sulfuric acid at temperature 473 to 1273 Kelvin. ഇവിടെ ഹീറ്റ് ചെയ്യാണ് മെത്തനോയിക് ആസിഡിനെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. നെക്സ്റ്റ്, കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ. ഹീറ്റിംഗ് വിത്ത്
ഹീറ്റിംഗ് കോക്ക് വിത്ത് വാട്ടർ. കോക്ക് എന്ന് പറയുന്ന കാർബൺ തന്നെയാണ് കോക്ക്. അതിനെ നമ്മൾ വാട്ടറുമായിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടാം. ആൻഡ് പ്ലസ് N2 കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ എയർ പ്ലസ് നൈട്രജൻ മിക്സ് ചെയ്യുമ്പോഴും നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടുന്നു. ആൻഡ് ദ പ്രോപ്പർട്ടീസ് ആർ ഇറ്റ് ഈസ് കളർലെസ് ആൻഡ് ഓർഡർലെസ്. കാർബൺ മോണോക്സൈഡ് ഒരു പോയിസണസ് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് കളർലെസ് ആൻഡ് ഓർഡർലെസ്. വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. വി നോ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ സോലുബിൾ ആണ്. ബട്ട് കാർബൺ മോണോക്സൈഡ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. And it is highly toxic in nature as it is combined with hemoglobin to defective complex. പൊല്യൂഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ബ്ലഡിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ നമ്മൾ അതിനെ ബ്രീത്തിങ് ചെയ്യുമ്പോൾ ബ്ലഡിൽ ഹീമോഗ്ലോബിനിൽ അത് മിക്സ് ചെയ്യാണ്. ആസ് എ റിസൾട്ട് കപ്പാസിറ്റി എന്താണ് അവിടെ റെഡ്യൂസ് ചെയ്യണോ, RBC കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യാണ്. ആൻഡ് ഇറ്റ് ബേൺസ് ഇൻ എയർ ടു ഫോം കാർബൺ ഡയോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എയറിൽ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം കാർബൺ ഡയോക്സൈഡ് ആണ്. സോ കാർബൺ മോണോക്സൈഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ മെനി വേസ് ബൈ ദ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് carbon, by heating methanoic acid with sulfuric acid, by heating coke with water, and by heating with oxygen, heating carbon in air in the presence of nitrogen. ഇത്രയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. Next is the uses of carbon monoxide. It acts as reducing agent in extraction of metals. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മെറ്റലർജിയിൽ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട്, ഒന്നോ രണ്ടോ കോമ്പൗണ്ട്സ് ആണ് കോക്കും കാർബൺ മോണോക്സൈഡും. ആൻഡ് ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ് ഇൻ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. ആൻഡ് ഇറ്റ് റിയാക്ട്സ് വിത്ത് സർട്ടൺ മെറ്റൽസ് ടു ഫോം മെറ്റൽ കാർബണൈൽസ്. ചില മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ മെറ്റൽ കാർബണൈൽസ് ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഫോം സിന്തറ്റിക് ഗ്യാസ് ദാറ്റ് ഹാസ് ഇൻഡസ്ട്രിയൽ അഡ്വാൻറ്റേജസ്. ഇൻഡസ്ട്രിയൽ അഡ്വാൻറ്റേജസ് ഉള്ള ചില സിന്തറ്റിക് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫോംസ് പ്രൊഡ്യൂസർ ഗ്യാസ് ദാറ്റ് ഹാസ് ഇൻഡസ്ട്രിയൽ അഡ്വാൻറ്റേജ്. പ്രൊഡ്യൂസർ ഗ്യാസും ഫോം ചെയ്യുന്നുണ്ട്, സിന്തറ്റിക് ഗ്യാസും ഫോം ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ യൂസസ് ഓഫ് കാർബൺ മോണോക്സൈഡ്. ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് കോൾഡ് സിലിക്കോൺസ്. സിലിക്കണിന്റെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, സിലിക്കൺ എന്ന് പറയുന്ന സാധനത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് സിലിക്ക, സിലിക്കോൺസ് ആൻഡ് സിയോലൈറ്റ്സ്. നെക്സ്റ്റ് ഈസ് ദ silicones. They are synthetic organosilicon compounds. It is organic silicon compounds containing repeated R2SiO unit held by silicon oxygen silicon linkages. SiO-Si linkage ഉള്ള organosilicate compounds ആണ് സിലിക്കോൺസ് എന്ന് പറയുന്നത്. ഇവരുടെ ജനറൽ ഫോർമുല നമ്മൾ എഴുതുന്നത് R2SiON. ഇങ്ങനെയാണ് നമ്മൾ അവരുടെ ജനറൽ ഫോർമുല എഴുതുന്നത്. ആൻഡ് R എന്ന് പറയുന്നത് മീഥൈൽ ഓർ അറൈൽ ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു മീഥൈൽ ഗ്രൂപ്പോ അറൈൽ ഗ്രൂപ്പോ ആയിരിക്കും. പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ മീഥൈൽ ക്ലോറൈഡ് സിലിക്കണുമായി റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ. അന്നേരം നമുക്ക് സിലിക്കോൺ കിട്ടുന്നു. അപ്പോൾ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ക്ലോറോസിലിക്കേൻ ആണ് ഫോം ചെയ്യുന്നത്, ക്ലോറോസിലൈൻ ആണ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. Me എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പാണ്. MEsicL3, MEsicL2, Me3SiCl ആൻഡ് ഓൾസോ Me4 അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആണ് ഇവിടെ കിട്ടുന്നത്. റിയാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. വെൻ ഇറ്റ് റിയാക്ട് വിത്ത് CH3Cl plus CiSi നമുക്ക് കിട്ടുന്നത്, അതായത് മീഥൈൽ ക്ലോറിൻ, ക്ലോറോമീഥൈൻ എന്ന് പറയുന്നത് സിലിക്കണുമായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു കോമ്പൗണ്ട് ആണ്. എഗെയിൻ ഇറ്റ് റിയാക്ട് വിത്ത് വാട്ടർ, വി ഗെറ്റ് CH3 twice, SiOH twice. ഇവിടെ നമ്മൾ ഹൈഡ്രോളിസിസ് ക്യാരി ഔട്ട് ചെയ്താൽ പോളിമറൈസേഷൻ ആണ് നടക്കുന്നത്. ആൻഡ് സ്ട്രെയിറ്റ് ചെയിൻ പോളിമേഴ്സ് ആർ കൺസ്ട്രക്റ്റഡ്. നമ്മൾ ഇവിടെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോളിമേഴ്സ് ആണ്, പോളിമറൈസേഷൻ ആണ് നടക്കുന്നത്. ആസ് എ റിസൾട്ട് സ്ട്രെയിറ്റ് ചെയിൻ പോളിമേഴ്സ് ആർ ഫോം. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് സിലിക്കോൺസ്. ഷോർട്ട് ചെയിൻ ആണ്, ഓയിലി ലിക്വിഡ്സ് ആണ് സിലിക്കോൺസ്. മീഡിയം ചെയിൻ ആണെങ്കിൽ വിസ്കസ് ഓയിൽ, ജെല്ലീസ് ആൻഡ് ഗ്രീസസ് അത് ഫോം ചെയ്യും. ആൻഡ് ഫോർ ലോങ് ചെയിൻസ് റബ്ബറി, ഇലാസ്റ്റോമാസ് ആൻഡ് റെസിൻസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പം 3 ടൈപ്പ് ചെയിൻ അത് ഫോം ചെയ്യുന്നുണ്ട്, ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ്. ഇഫ് ഷോർട്ട് ചെയിൻസ് ആർ ഫോം, they will be oily liquids. If medium chains are formed, they will be viscous oils, jellies and greases. If long chains are formed, rubbery, elastomas and resins are
ഫോംഡ്. അത് മാത്രമല്ല സിലിക്കോൺസ് എന്ന് പറയുന്നത് they are surrounded with a non-polar alkyl group that are water repelling in nature. വാട്ടർ റിപ്പലന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും അവർ ഫോം ചെയ്യുന്നത്. ഇനേർട്ട് ആണ്, അതുപോലെ റെസിസ്റ്റന്റ് ടു ഓക്സിഡേഷൻ ആൻഡ് തെർമൽ ഡീകമ്പോസിഷൻ. അത് ഇനേർട്ട് ആയതുകൊണ്ട് തന്നെ ഓക്സിഡേഷനെ റെസിസ്റ്റ് ചെയ്യുന്നു, തെർമൽ ഡീകമ്പോസിഷനെയും റെസിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഹീറ്റ് റെസിസ്റ്റന്റ് ആണ് ആൻഡ് പോസസ് ഹൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. വളരെ കൂടുതലായിട്ട് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റും അത് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് ഇതിന്റെ യൂസസ് ആണ്. They are used in making waterproof paper, wool, textile, wood, etc. by coating them with thin film of silicones. നമുക്കറിയാം വാട്ടർ റിപ്പലന്റ് ആയതുകൊണ്ട് തന്നെ പേപ്പർ ഉണ്ടാക്കാനും അതുപോലെ വാട്ടർ പ്രൂഫ് പേപ്പർ, വൂൾ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെല്ലാം ധാരാളം യൂസ് വരുന്ന ഒരു കോമ്പൗണ്ട് ആണ് സിലിക്കോൺസ്. അതുപോലെ ദേ ആർ യൂസ്ഡ് ആസ് ഇലക്ട്രിക് ഇൻസുലേറ്റേഴ്സ്. വാട്ടർ റിപ്പലന്റ് ആയതും ഒരു കാരണം തന്നെയാണ്. ഇൻസുലേറ്റർ, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിട്ടും സിലിക്കോൺസ് യൂസ് ചെയ്യുന്നുണ്ട്.